തന്നത്. വീട്ടിലേ പായസം ഉണ്ടോ? പായസം ബർത്ത്ഡേ ആയിട്ട് താങ്ക് യു സോ മച്ച്. Thank you so much. Thank you. From the whole UK OK team. Yeah, thank you so much. Thank you. Many more. Thank you. ഇത് ഊതി കിടത്താൻ പാടില്ലെന്ന് പറയൂ അല്ലേ? Happy birthday to you. വേറെ വരികളുണ്ടായിരുന്നു മറന്നു. May God bless you. അഞ്ജലി ഈ സുദിനത്തിൽ എന്താ പറയാനുള്ളത്? വയസ്സ് ചോദിക്കാൻ പാടില്ല. എന്റെ വയസ്സ് കൃത്യമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് അറിയാം. തരുന്നില്ല. രണ്ട് കൈ ഒഴിവില്ല. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അയ്യോ അല്ല ചീഫ് ഞാൻ കുറച്ച് കഴിക്കില്ല ഞാൻ തരാം. ഇച്ചിരി കഴിച്ചോ ഒരു സ്പൂൺ ഇത് കഴിച്ചിട്ട് ഒന്നും പറ്റില്ല. അത് നമ്മൾ റിലീസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് തന്നാ കഴിക്കും. താങ്ക് യു. താങ്ക് യു. ചേച്ചി രണ്ട് വാക്ക് എന്താ പറയണ്ടേ? ജീവിതത്തിൽ ഒരു ദിവസം കൂടി കടന്നു പോകണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല ഓർമ്മകൾ. പിന്നെ എല്ലാ ബർത്ത്ഡേയും നല്ല ഓർമ്മയല്ലേ? എനിക്കങ്ങനെ കടന്നു പോകുന്നതിൻ്റെ പേടിയൊന്നുമില്ല. കടന്നു പോകുന്ന പേടിയൊന്നുമില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു സർപ്രൈസ് ആയിരുന്നു. ബർത്ത്ഡേക്ക് ഇങ്ങനൊരു പ്രൊമോഷൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് UK OK എന്ന് പറഞ്ഞ മൂവി പ്രൊമോഷൻ നടക്കുകയാണ്. അതിനിടയിൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. സർപ്രൈസ് ആയിരുന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഹിറ്റ് ആവട്ടെ UK OK എന്ന് പറഞ്ഞ സിനിമ. പിന്നെന്താ പറയണ്ടേ? ഹാപ്പി. നമ്മൾ പ്രതീക്ഷിക്കാതെ വാറ് വരെ വന്നില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. വേറൊന്നും ഈ സുദിനത്തിൽ പറയാനില്ല. ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മുറിക്കാറുണ്ടോ? എൻ്റെ മോളുണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് രാത്രി 12 മണിക്ക് കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യും. എൻ്റെ സിസ്റ്റർ, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലാതെ ഞാനിതിലൊന്നും അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. ചില ദിവസങ്ങൾ മറന്നു പോകും ബർത്ത്ഡേ എന്നുള്ള. അമ്മ വിളിക്കുമ്പോഴാണ് ഓർക്കുന്നതൊക്കെ. ഇത് ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു. വീട്ടിൽ പായസം എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? ആനാണ് എനിക്ക് സർപ്രൈസ് തന്നത്. വീട്ടിലേ പായസം ഉണ്ടോ? പായസം ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ ആയിട്ട് പായസം ഒക്കെ വെക്കില്ല നമ്മൾ വീട്ടില്? വീട്ടിലല്ലോ, ഞാൻ എറണാകുളത്തെ ഹോളിഡേ ഇല്ല. അവിടെ വന്നാൽ ഞാൻ നാളെ പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് പായസം ഉണ്ടാക്കി തരാം. താങ്ക് യു. എന്തൊക്കെ ചോദ്യങ്ങളാന്ന് നോക്കിയേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു. താങ്ക്സ്. നിങ്ങൾ എല്ലാവരും ഈ ഏതൊക്കെയാ ചാനലാണോ അതോ ചാനലാണോ? ചേച്ചിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന എന്തൊക്കെയോ പ്രതീക്ഷ വന്നല്ലേ? അതാ പറഞ്ഞു ചമ്മിപ്പോയി. ഞാൻ പോലും അറിയില്ല. ഓക്കെ. താങ്ക് യു സോ മച്ച്. കണ്ടു എല്ലാവരും. അടിപൊളി പടം. താങ്ക് യു സോ മച്ച്. എല്ലാവരും പറയേണ്ടത് നന്നാണ്. ദിലീപേട്ടൻ്റെ പണ്ടത്തെ മാനറിസങ്ങളൊക്കെ കാണാൻ പറ്റിയെന്നൊക്കെ ഇന്നലെ പ്രേക്ഷകർ പറഞ്ഞായിരുന്നു. ദിലീപേട്ടനോട് തന്നെ പറഞ്ഞായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് ദിലീപേട്ടനായിട്ട്? ദിലീപേട്ടൻ എനിക്ക് അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ തൊട്ടും എനിക്ക് ദിലീപേട്ടനെ അറിയാം. ആക്ച്വലി മഴയ്ക്ക് മുമ്പേ ചെയ്യുമ്പോൾ ദിലീപേട്ടൻ സെറ്റിൽ വരികയും നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ ലുക്ക് തരുമല്ലോ ക്യാമറയുടെ ഇപ്പുറത്ത് കൈവച്ചിട്ട്, അങ്ങനെ തന്നിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ.
അത് ദിലീപേട്ടൻ നടനായി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ മിസ്റ്റർ ബട്ടർ പോലുള്ള സിനിമകൾ ചെയ്തിരുന്നു. എനിക്കങ്ങനെ ഒരു പുതുമയൊന്നും തോന്നില്ല. അന്നത്തെ ദിലീപേട്ടൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ദിലീപേട്ടൻ ഇപ്പോഴും. ദിലീപേട്ടൻ്റെ അടുത്തും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുതുമയൊന്നുമില്ല, നമ്മുടെ പഴയ ദിലീപേട്ടൻ തന്നെ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.